പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശുവിൻ്റെ രക്തത്താൽ മറക്കപ്പെട്ട കുഞ്ഞാടിന് മകത്വം. കർത്താവേ, അങ്ങയ്ക്ക് സ്തോത്രം, അങ്ങയ്ക്ക് സ്തോത്രം, അങ്ങയ്ക്ക് സ്തോത്രം, അങ്ങയ്ക്ക് സ്തോത്രം. യേശുവിൻ്റെ രക്തത്താൽ യേശുവിൻ്റെ രക്തത്താൽ മറക്കപ്പെട്ട കുഞ്ഞാടിന് മകത്വം, മകത്വം, മകത്വം. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. യേശുവിൻ്റെ രക്തത്താൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise to Jesus. Thank you, Holy Spirit. Hallelujah. യേശുവിൻ്റെ രക്തത്താൽ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം അപ്പ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. Praise to Jesus. Thank you, Holy Spirit. Hallelujah. കർത്താവേ, അങ്ങയ്ക്ക് സ്തോത്രം, അങ്ങയ്ക്ക് സ്തോത്രം, അങ്ങയ്ക്ക് സ്തോത്രം. യേശുവിൻ്റെ രക്തത്താൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ആവിയാനവരേ, അങ്ങയ്ക്ക് മഹത്വം, മഹത്വം, മഹത്വം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ ന്യായപ്രമാണം എന്ന് പറയുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട വചന കൂട്ടായ്മയിൽ കർത്താവിൻ്റെ തിരുവചനം ഘോഷിപ്പാൻ തക്കവണ്ണം ദൈവമായ കർത്താവിനെ ഒരുക്കി തന്ന ഈ നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് എനിക്ക് ഇങ്ങനെയൊരു നല്ല അവസരം ഒരുക്കി തന്ന പ്രിയ സാജുവ്രതനോടും കുടുംബത്തോടുമുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ വീണ്ടും അറിയിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവ് അല്പം ഒന്ന് താമസിച്ചത് കൊണ്ട് ഇങ്ങനെ ഒരു അവസരം നമുക്ക് ലഭ്യമായി. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താതി കർത്താവ്, രാജാതി രാജാവുമായിരിക്കുന്ന യേശു മശിഹ വരാൻ പോകുന്നു. പ്രിയരെ, കർത്താവിന്റെ വരവിനായി നമുക്ക് കാത്തിരിക്കാം. കർത്താവ് എല്ലാവരെയും ഒരേപോലെ അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ஆண்டவர் இரட்சகருமாகிய இயேசு கிறிஸ்துவின் இனியற்ற நாமத்தில் அன்பின் வாழ்த்துதலை நான் தெரிவித்துக் கொள்கிறேன். கர்த்தருக்குள் பிரியமானவர்களே, நம் ஆண்டவராகிய இயேசு சீக்கிரமாக வரப்போகிறார். எத்தனை பேர் ஆயத்தமாக இருக்கிறீர்கள்? அவருடைய எக்காணச்சத்தம் கேட்கிறதான தினங்கள் வெகு சீக்கிரமாக உண்டு. பிரியமானவர்களே, அனுப்படினால் ஒவ்வொரு நிமிடமும் அவருடைய வருகைக்காக ஆயத்தமாயிருங்கள். ஹல்லேலூயா. கர்த்தர் உங்களை அனைவரையும் ஆசீர்வதிப்பாராக. நமக்கு யாவருக்கும் தெரிந்த ஒரு கன்னடா சாங் வந்து பாட இருக்கிறேன். நீங்களும் என்னோடு சேர்ந்து தேவனை பாடி மகத்துப்படுத்தும்படியாக உங்களை நான் அன்போடு அழைக்கிறேன். பிரைஸ் தி லார்ഡ്. കർത്തർ ഉങ്ങളെ അനേവരെയും ആശീർവദിപ്പാരാകെ. നമുക്ക് ഞാനിതിനു മുമ്പ് പാടിയിട്ടുള്ള ഒരു കന്നഡ സോങ് ആണ്. അതിന്റെ ചില അടികൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലാർഡ്. ഹല്ലേലൂയ. యేసయ్య నా కండు ఎవరు లేరయ్యా, యేసయ్య నా కండు ఎవరు లేరయ్యా. నిన్ను నమ్మిని వెతకచుండిని, నిన్ను వెతకుచు పరుగెత్తచుండిని. జూడు యేసయ్య, నన్ను జూడు యేసయ్య. చేయి పట్టి నన్ను ఏబు నడుబు యేసయ్యా. యేసయ్యా నా కండు ఎవరు లేరయ్యా, యేసయ్యా నా కండు ఎవరు లేరయ్యా. తలదలందు పెరిగచుండి కన్నీరైతిని, పయక చెప్పుకోలేక మనసుని చేదు. తలదలందు పెరిగచుండి కన్నీరైతిని, పయక చెప్పుకోలేక మనసుని చేదు. లీరు ఎవరు మెనుకకు, రారు ఎవరు కనుకకు. జూడు యేసయ్యా, నన్ను జూడు యేసయ్యా. చేయి పట్టి నన్ను ఈబు నడుబు యేసయ్యా. యేసయ్యా నా కండు ఎవరు లేరయ్యా, యేసయ్యా నా కండు ఎవరు లేరయ్యా. నిన్ను నమ్మిని వెతకచుండిని, నిన్ను వెతకుచు పరుగెత్తచుండిని.
చూడు యేసయ్యా, నన్ను చూడు యేసయ్యా, చేయి పట్టి నన్ను ఈవు నడువు యేసయ్యా. యేసయ్యా నా కండు ఎవరు లేరయ్యా, యేసయ్యా నా కండు ఎవరు లేరయ్యా. ലോകമണ്ട വെളിവേയൻ കുന്തിപ്പോക്കിനി നന്ദിനമാരു നനു ബീടക ഭാരമേയിനു. ലോകമണ്ട വെളിവേയൻ കുന്തിപ്പോക്കിനി നന്ദിനമാരു നനു బీడగ భారమేయిను. లీరు ఎవరు మినుకకు, రారు ఎవరు కనుకకు, చూడు యేసయ్యా నన్ను చూడు యేసయ్యా, చేయి పట్టి నన్ను ఈవు నడువు యేసయ్యా. యేసయ్యా నా కండు ఎవరు లేరయ్యా, యేసయ్యా నా కండు ఎవరు లేరయ్యా. నిన్ను నమ్మిని వెతకచుండిని, నిన్ను వెతకుచు పరుగెత్తచుండిని. చూడు యేసయ్యా నన్ను చూడు యేసయ్యా, చేయి పట్టి నన్ను ఈవు నడువు యేసయ్యా. యేసయ్యా నా కండు ఎవరు లేరయ్యా, యేసయ్యా నా కండు ఎవరు లేరయ్యా. నిన్ను నమ్మిని వెతకచుండిని, నిన్ను వెతకుచు పరుగెత్తచుండిని. చూడు యేసయ్యా నన్ను చూడు యేసయ్యా, చేయి పట్టి నన్ను ఈవు నడువు యేసయ్యా. యేసయ్యా నా కండు ఎవరు లేరయ్యా, యేసయ్యా నా കണ്ട് എവരു ലേറയ്യാ. പ്രിയ ദൈവമക്കൾ എല്ലാവരും ഇരിക്കുന്ന ഇടത്ത് ഒരു നിമിഷം ഒന്ന് കണ്ണുകളെ അടച്ചാട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവ് ഈ സന്ധ്യയുടെ യാമത്തിൽ കർത്താവേ തിരുവചനവുമായി അടിയൻ കടന്നു വരുന്നു. കർത്താവ് വചനത്തിന് മുൻപിൽ കടന്നു വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ച് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശയോടെ, ദുഃഖത്തോടെ, ഭാരത്തോടെ, വേദനയോടുകൂടെ ആരെങ്കിലും വചനത്തിന് മുൻപിലായിരിക്കുന്നുവെങ്കിൽ അപ്പാ, ഇന്നത്തെ വചനം അവർക്കൊരാശ്വാസവും വിടുതലുമായി മാറട്ടെ. മാറത്ത പൊൻകച്ച കെട്ടിയവനായി 7 നിലവിളക്കുകളുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നവനായി കർത്താവിന്റെ ഒരു വലിയ സാന്നിധ്യം കർത്താവ് വചന ശുശ്രൂഷയിൽ ഉണ്ടാവട്ടെ എന്നോർത്ത് പ്രാർത്ഥിക്കും. വചനം കേൾക്കുന്നവരിലേക്ക് അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി ഇറങ്ങി വരട്ടെ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. കൃപയ്ക്കുള്ളിൽ അപ്പച്ചൻ പൊതിഞ്ഞാട്ടെ. ഇന്നത്തെ വചനത്തെ അപ്പച്ചൻ വാഴ്ത്തി അനുഗ്രഹിച്ച് തന്നാട്ടെ. വരുവാനുള്ളവർക്കായ സ്തോത്രം. കർത്താവ് കടന്നു വന്നവരെയും കിടക്ക് സന്നിധിയിൽ ഏൽപ്പിക്കുന്നു. സകല നന്മകളാൽ നിറച്ചാട്ടെ. സകലതും ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ രക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വച്ചിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിന്റെ വരവ് അല്പം ഒന്ന് താമസിച്ചത് കൊണ്ട് ഇങ്ങനെ ഒരു നല്ല അവസരം ദൈവം നമുക്ക് വീണ്ടും തന്നിരിക്കുന്നു. കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് വചന ധ്യാനത്തിലേക്ക് കിടക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുത്തിരിക്കുന്ന ഒരു വിഷയം, എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ മഹത്വമാണ്. പ്രൈസ് ദി ലോർഡ്. എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ മഹത്വമാണ്. എത്ര പേർക്ക് പറയുവാൻ കഴിയും, എന്റെ കർത്താവിനെ ഞാൻ അറിഞ്ഞത് തന്നെ എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അങ്ങനെ കരുതുന്നവർ, അങ്ങനെ ചിന്തിക്കുന്നവർ എല്ലാവരും ഇരിക്കുന്ന ഇടത്ത് ഒരു ആമേൻ പറഞ്ഞു തുടങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ കർത്താവിനെ എന്റെ കുടുംബത്തിലേക്ക്, എന്റെ ജീവിതത്തിനകത്തേക്ക് ഞാൻ കൊണ്ടുവന്നത് കൊണ്ട് അത് എന്റെ ജീവിതത്തിൽ വലിയ മഹത്വമാണ്. അത് വലിയ വിടുതലാണ്. അത് വലിയ മിറക്കിളാണ്. എന്റെ ജീവിതമേ മാറ്റിയത് എന്റെ കർത്താവിന്റെ വരവ. എന്റെ കർത്താവ് എന്നിലേക്ക് വന്നത് കൊണ്ട്
എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം എന്നിലേക്ക് ഇറങ്ങി വന്നത് കൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ദൈവജനം ഇരിക്കുന്ന കിടത്ത് ദൈവത്തെ സ്തുതിച്ച് തുടങ്ങണം. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, യേശു ഒരുവന്റെ ഹൃദയത്തിനകത്ത് വന്നാൽ അവൻ അത് അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കുന്നവരാ, പ്രാർത്ഥിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഉടൻ തന്നെ മറുപടിക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എന്റെ പ്രിയ ദൈവമക്കളെ, ഞാൻ ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി വിളിച്ചു പറയട്ടെ. നമ്മുടെ ഹൃദയത്തിനകത്ത് യേശു വസിക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ച് ഒരിക്കലെങ്കിലും ഒരു നിമിഷമെങ്കിലും നാം ചിന്തിച്ചു തുടങ്ങണം. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് കർത്താവിന്റെ പ്രാർത്ഥന കേൾക്കാത്തത്? എന്റെ ദൈവം എന്നോട് സംസാരിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നത് നാം ചിന്തിക്കണം. പ്രിയ ദൈവമക്കളെ, യേശു എന്റെ ഹൃദയത്തിനകത്തുണ്ടോ? എന്റെ കുടുംബത്തിലുണ്ടോ? എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടോ? ഞാനത് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ എന്ന് സ്വയം നാം എല്ലാവരും ഇരിക്കുന്ന ഇടത്തൊന്ന് ചിന്തിച്ച് തുടങ്ങണം. യേശു ഒരു വ്യക്തിയുടെ ഹൃദയത്തിനകത്ത് വന്നാൽ അത് അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. യേശു ഭവനത്തിനകത്ത് വന്നാൽ ആ ഭവനം എന്ത് ചെയ്യുന്നറിയാമോ? അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഏകദേശം 1 മാസത്തോളമായി എൻ്റെ തൊണ്ടയുടെ പ്രശ്നം. അത് കഴിഞ്ഞ ദിവസം വരെ എനിക്ക് വലിയ കുഴപ്പമില്ലാതെ പോയി. പക്ഷെ ഇന്ന് വീണ്ടും അത് തൊണ്ടയിൽ പിന്നെയും അടയ്ക്കുന്ന പോലെ ഒരു പ്രശ്നമാണ്. തൊണ്ടയ്ക്ക് വേദനയൊക്കെ ഉണ്ട്. ഏതായാലും ദൈവമക്കൾ പ്രാർത്ഥിച്ചു കൊള്ളണമേ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, യേശു ഭവനത്തിനകത്ത് വന്നാൽ ആ ഭവനം അനുഗ്രഹിക്കപ്പെടും. യേശു ഒരു വ്യക്തിയിൽ വന്നാൽ അത് എന്താണെന്നറിയാമോ? അനുഗ്രഹമല്ല, മറിച്ച് അതവന് മഹത്വമാണ്. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? ഒരു വ്യക്തിയിലേക്ക് യേശുവിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നാൽ ആ വ്യക്തിക്ക് അത് അനുഗ്രഹം എന്ന് പറയരുത് ദൈവമക്കളെ, അത് മഹത്വമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമുക്ക് ഇന്നത്തെ വചന ധ്യാനത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഒരു വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. യെശയ്യാ പ്രവചനം 60-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം നമുക്കിവിടെ വായിക്കാം. ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവട്ടം തരുന്നത് ചന്ദ്രനുമല്ല, യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സും ആകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, ഒരു ദൈവ പൈതലിന്റെ മഹത്വം എന്നത് എന്താണ്? അതാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. സദൃശവാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു. 18-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ധനവാന് തന്റെ സമ്പത്ത് ഉറപ്പുള്ള പട്ടണം, അത് അവൻ ഉയർന്ന മതിലായി തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു സമ്പന്നനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മഹത്വം എന്ന് പറയുന്നത് അവന്റെ സമ്പത്തിന്റെ നിലവാരത്തെ ആശ്രയിച്ചു കൊണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരവും നീതിമാൻ അതിലേക്ക് അഭയം പ്രാപിക്കും എന്നാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഒരു സമ്പന്നന്റെ മഹത്വം അവന്റെ സമ്പത്ത് ആകുന്നു എങ്കിൽ, ഹല്ലേലൂയ, ഇനി ശ്രദ്ധിച്ച് കേൾക്കണമേ ദൈവ പൈതലേ, നീതിമാന്റെ മഹത്വം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ഇവിടെ ശലോമോൻ വിളിച്ചു പറയുന്നത് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, നീതിമാന്റെ മഹത്വം യഹോവയാകുന്നു എന്ന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെയും എന്റെയും മഹത്വം എന്ന് പറയുന്നത് ഹല്ലേലൂയ ദൈവമാണ്. പ്രിയ ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. ധനവാന് ധനം മഹത്വം ആയി തോന്നും, എന്നാൽ നീതിമാനോ ഹല്ലേലൂയ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമായിരിക്കും. ഗ്ലോറി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഏലാ താഴ്വരയുടെ ഉയരങ്ങളിൽ ഹല്ലേലൂയ 2 പേർ നിൽക്കുകയാണ്. എന്നാൽ പ്രിയരെ, പിൻപിൽ സൈന്യങ്ങൾ. എന്നാൽ ഒരുവന്റെ മഹത്വത്തിൽ ഫെലിസ്ത്യൻ അവിടെ നിൽക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയരെ, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. അവന്റെ മഹത്വം എന്നത് ഹല്ലേലൂയ 6 മുഴം നീളം വലിയൊരു മനുഷ്യൻ. അതായത് അവന്റെ മഹത്വം, പ്രിയ ദൈവ പൈതലേ, അവന്റെ തലയിൽ താമ്രം കൊണ്ടുള്ള ശിരസ്ത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 5000 ശേഖർ താമ്രം ഉരുക്കി എടുത്തു വെച്ചിട്ടുള്ള കവചം, ഒരു ഭയങ്കര കുന്തം. ആകെ മൊത്തത്തിൽ ഫെലിസ്ത്യ മല്ലൻ എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. ഫെലിസ്ത്യനെ അവന്റെ അതായത് അവന്റെ തലമേൽ സൂര്യകിരണങ്ങൾ അടിക്കുമ്പോൾ എന്റെ പ്രിയ സഹോദരങ്ങളെ, താമ്രം ഹല്ലേലൂയ വെട്ടി തിളങ്ങുകയാണ്. ആമേൻ. ഈ ഗോലിയാത്തിന്റെ മുൻപിൽ ഇതാ ഒരു ഇടയ ചെറുക്കൻ, ഇടയ സഞ്ചിയുമായിട്ട്, ഇടയ വേഷത്തിൽ ഒരു ചെറിയ ബാലൻ 5-6 കല്ലും പെറുക്കി അവൻ, പ്രിയ ദൈവ
ദൈവമക്കളെ കടന്നു വരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ ദൃഷ്ടിയിൽ മഹത്വം മുഴുവനും എവിടെയാണെന്നറിയാമോ? താമ്രത്തിലാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ചില നിമിഷങ്ങളിൽ താമ്രത്തിന്റെ അഥവാ താമ്രത്തിന്റെ ഗോപുരം, അതേ പ്രിയരെ, നിലത്ത് വീഴുന്നത് കാണുവാൻ കഴിയുന്നു. ഇടയച്ചെറുക്കൻ എന്താ ചെയ്യുന്നറിയാമോ? താമ്ര മതിലിന്റെ മുകളിൽ കയറി നിന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇടയച്ചെറുക്കൻ താമ്ര മതിലിന്റെ മുകളിൽ കയറി, എന്നിട്ട് ഊരിയെടുത്ത വാൾ കൊണ്ട് ആ താമ്രത്തിന്റെ തല കരങ്ങളിൽ ഏല താഴ്വരെ ഇറങ്ങി വരുമ്പോൾ, എന്റെ പ്രിയ ദൈവമക്കളെ, എന്താ ചെയ്യുന്നറിയാമോ? അവർ തിരിച്ചറിഞ്ഞ ഒരു സത്യം ഞാൻ വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. കുഞ്ഞേ, താമ്രത്തിന്റെ മഹത്വത്തെക്കാളിലും വലിയൊരു മഹത്വം ഇതാ ബാലനിൽ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, നിന്റെ മഹത്വം എവിടെയാണ്? ഇന്ന് രാത്രികാലം നാം ഒന്ന് ചിന്തിച്ചു കൊള്ളണം. ഉറക്കെ ഇരിക്കുന്ന ഇടത്തുനിന്ന് വിളിച്ചു പറയാമോ? എന്റെ മഹത്വം എന്റെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ മഹത്വം എന്റെ ദൈവമാണ്. സങ്കീർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ 20-ാം സങ്കീർത്തനത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൽ ആശ്രയിക്കും എന്നല്ല പറഞ്ഞത്, പിന്നെയോ ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൽ പ്രശംസിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കും, എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൽ പ്രശംസിക്കും. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ, എന്റെ പ്രിയരെ, ആ രാഷ്ട്രത്തിന്റെ മഹത്വം എന്നത് എവിടെയാണെന്നറിയാമോ? സേനാ വിന്യാസം എന്ന് പറയുവാൻ കഴിയും. നമുക്കറിയാം, മാധ്യമങ്ങളൊക്കെ ചുമ്മാതിരിക്കത്തില്ല. ഒരു ചെറിയ വിഷയം കിട്ടിയാൽ മതി അത് ഊതി പെരുപ്പിച്ചത് വലുതാക്കുന്നത് കാണുവാനായിട്ട് കഴിയും. ഒരു രാജ്യത്തിന് എത്ര വിമാന വാഹിനി കപ്പൽ ഉണ്ട്, എത്ര യുദ്ധവിമാനങ്ങൾ ഉണ്ട്, എത്ര ആറ്റം ബോംബുണ്ട്, എത്ര AK-47 തോക്കുകൾ ഉണ്ട്, അതായത് വലിയ പീരങ്കികൾ, ടാങ്കറുകൾ, എത്ര എണ്ണം. ഇതെല്ലാമാണ് മാധ്യമങ്ങൾ ദിനംതോറും എഴുതി തള്ളുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ പ്രിയരെ, ഇസ്രായേലിന് വിരോധമായ രാഷ്ട്രങ്ങൾ തങ്ങളുടെ രക്തങ്ങളെയും അശ്വങ്ങളെയും അണിനിരത്തി ഞങ്ങളുടെ മഹത്വം കണ്ടോ, ഊരിയെടുത്ത വാളുകളും കുന്തങ്ങളും ഒരുക്കിയിരിക്കുന്ന രഥങ്ങളും ഹല്ലേലൂയ കുതിരയും കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, ഹല്ലേലൂയ, എന്റെ പ്രിയരെ, ഇസ്രായേലിലെ ഭക്തന്റെ മറുപടി എന്താണെന്നറിയാമോ? അത് ഇങ്ങനെയാണ്: നിന്റെ മഹത്വം രഥങ്ങളിലും കുന്തങ്ങളിലും ചാവേറുകളിലുമായിരിക്കും, എന്നാൽ എന്റെ മഹത്വം എന്റെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. എന്റെ മഹത്വം എന്റെ ദൈവമാണ്. ഹല്ലേലൂയ. പ്രിയ സ്നേഹിത, നിത്യതയിലേക്ക് ഒരു വ്യക്തി കടന്നു ചെല്ലുമ്പോൾ സ്വർഗരാജ്യത്തിൽ ഒരു മനുഷ്യന്റെ മഹത്വം എന്തായിരിക്കും എന്നതിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, സ്വർഗത്തിൽ ഒരു മനുഷ്യന്റെ മഹത്വം എന്നത് ദൈവത്തിന്റെ തേജസ്സാണ്. ദൈവമക്കളെ, ഹല്ലേലൂയ. ഏറ്റെടുക്കുന്ന ദൈവജനം ഇരിക്കുന്ന ഇടത്ത് ഒന്ന് ദൈവത്തെ സ്തുതിക്കണം. അവിടെ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല, കുഞ്ഞാട് തന്നെയാണ് അതിന്റെ വിളക്ക്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹത്വമാണ്. ആമേൻ. ഹല്ലേലൂയ. അവിടെ ആ സ്വർഗത്തിന്റെ പ്രകാശം എന്ന് പറയുന്നത് തന്നെ. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഒരു മനുഷ്യന്റെ നീതി പ്രവർത്തികൾ അല്ല സ്വർഗത്തിന്റെ മഹത്വം എന്നത് നാം അറിഞ്ഞുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, അത് പണമല്ല, പാരമ്പര്യമല്ല, പിന്നെയോ ഹല്ലേലൂയ സ്വർഗത്തിന്റെ മഹത്വം ദൈവത്തിന്റെ മഹത്വമാണെങ്കിൽ, സ്വർഗീയ അധികാരത്തിൽ വിശ്വസിക്കുന്ന ദൈവ പൈതലേ, ഉറക്കെ പറയാമോ? ഒന്ന് ഉറക്കെ പറഞ്ഞാട്ടെ, എന്റെ ദൈവം എന്റെ മഹത്വമാണ്. ഇനി വചനത്തിന് മുൻപിൽ താണിരിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ, നീ കർത്താവിനെ അറിഞ്ഞത് നിന്റെ ജീവിതത്തിനകത്ത് അപമാനമാണോ? ഇന്നിക്ക് പലരും സ്നാനപ്പെട്ടവരൊക്കെ ഞങ്ങൾ ആരോടും പറയാറില്ല, സ്നാനപ്പെട്ടു പക്ഷേ ആരോടും പറയത്തില്ല. പെന്തക്കോസ്തുകാരുടെ കൂടെ ഞങ്ങൾ ഇരിക്കുന്ന, പക്ഷേ ഞങ്ങൾ അത് വിളിച്ചു പറയത്തില്ല. ഞങ്ങൾക്കത് നാണംകേടാണ്, അപമാനമാണ്. ഇന്നൊക്കെ എങ്ങനെ ചിന്തിക്കുന്ന എത്രയോ പേരെ നമുക്ക് കാണുവാൻ കഴിയുന്നു. കുഞ്ഞേ, യേശുവിന്റെ വചനം നീ ഹല്ലേലൂയ ചുമക്കുന്നു എങ്കിൽ ഇതിൽ പരം ഭാഗ്യം എന്താ? ഹല്ലേലൂയ.
നീ ദൈവത്തെ ചുമക്കുന്നുവെങ്കിൽ അത് നിനക്ക് മഹത്വമായി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ വചനമായി നിൽക്കുന്നു എങ്കിൽ അത് നിനക്ക് മഹത്വമായി മാറും. കർത്താവിന്റെ സുവിശേഷമായി നീ കടന്നു പോകുന്നുവെങ്കിൽ അത് നിന്റെ ജീവിതത്തിനകത്ത് അത് നിനക്ക് മഹത്വമായി മാറും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, സ്വർഗീയ അധികാരത്തിൽ വിശ്വസിക്കുന്ന ദൈവ പൈതലേ, ഇന്ന് ഉറച്ചു വിശ്വസിക്കണം. എന്റെ ദൈവം എന്റെ ജീവിതത്തിനകത്ത് അതേ മഹത്വമാണ്. പ്രിയരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരിയുടെ പരമോന്നത ഉദ്ദേശം തന്നെ ഒരു മനുഷ്യനെ മഹത്വത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശു കാൽവരിയിൽ മരിച്ചത് നമുക്കേവർക്കും അത് മഹത്വമാണ്. കർത്താവേ, പ്രിയ ദൈവ പൈതലേ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാൽവരിയുടെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ, ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരുമെന്ന് വിശ്വസിക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. പ്രിയരെ, യേശു കർത്താവ് ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുന്നത് അവനിൽ ഒരു മഹത്വത്തെ വെളിപ്പെടുത്തുവാനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മഹത്വം അവന് നൽകുവാൻ വേണ്ടിയാണ്. ആമേൻ. ഹല്ലേലൂയ. ആ വ്യക്തിയെ തകർക്കുവാനല്ല, നശിപ്പിക്കുവാനല്ല, അവന്റെ കുടുംബത്തിൽ അപമാനം ഉണ്ടാക്കുവാനല്ല കർത്താവ് കടന്നു വരുന്നത്. പിന്നെയോ ആ വ്യക്തിയിൽ ഒരു വലിയ മഹത്വം, ഹല്ലേലൂയ, ആ വ്യക്തിയിൽ മഹത്വം ഉണ്ടാകുവാനാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നെയോ അവനിൽ ഒരു വലിയ മഹത്വം, ഹല്ലേലൂയ, ഒരു വലിയ മഹത്വം. ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉറക്കെ പറയാം ദൈവമക്കളെ, വിശ്വാസത്തോട് ഉറപ്പേറിയൊരു വിളിച്ചു പറച്ചിൽ നമുക്ക് തന്നെ പറയാം. എന്റെ കർത്താവിന്റെ കുടുംബത്തിനകത്ത് വന്നത് അത് വലിയൊരു മഹത്വമാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ കർത്താവിനെ അറിയാതിരുന്നെങ്കിൽ ഞാൻ ഈ മഹത്വം എന്താണെന്ന് ഞാൻ തിരിച്ചറിയാതെ പോയേനെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവ പൈതലേ, നമുക്കറിയാം ഗെനസരത്ത് തടാകത്തിന്റെ തീരത്ത് അനേകം പടവുകളുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അവിടെ നോക്കുമ്പോൾ അവിടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അവിടെ ചിലർ വല കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. അവർ വല കഴുകുകയാണ്. എന്തിനാണ് വല കഴുകുന്നത്? അവരുടെ ജോലി ഫിനിഷ് ചെയ്യുമ്പോഴാണ് വല കഴുകുന്നത്. കഴുകി അവർ ഭവനത്തിലേക്ക് മടങ്ങും. ഇവിടെ രണ്ട് പടവുകൾ അടുത്തടുത്ത് നിൽക്കുന്നത് നമ്മുടെ യേശു കർത്താവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. നമുക്കറിയാം പ്രിയരെ, അത് ഒന്ന് ശീമോന്റെ പടവായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ശീമോന്റെ പടവായിരുന്നു. പ്രിയരെ, യേശു ചോദിച്ചു, പടവ് അല്പം ഒന്ന് നീക്കാമോ എന്നാണ് ചോദിച്ചത്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തെ വിളിച്ചു പറയാൻ വേണ്ടിയാ കർത്താവ് ചോദിച്ചത്. കർത്താവിന് വചനം ശുശ്രൂഷിക്കാൻ വേണ്ടിയാ ഈ പടവിൽ ഇരുന്നു കൊണ്ട് കർത്താവിന് തിരുവചന സത്യങ്ങളെ വിളിച്ചു പറയാൻ വേണ്ടിയാ കർത്താവ് ചോദിച്ചത്. എന്നാൽ ഇവിടെ ഈ ശീമോൻ യേശുവിനോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവേ, അല്ലെങ്കിൽ ഗുരു, മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും ശീമോൻ ഹല്ലേലൂയ എന്ത് ചെയ്യുന്നറിയാമോ? യേശുവിന്റെ വാക്കിനനുസരിക്കുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് തമിഴ് ബൈബിൾ இப்படித்தான் சொல்லப்படுகிறது. ஐயரே, ராம் முழுவதும் நான் கஷ்டப்பட்டேன், ஒன்றும் கிடைக்கவில்லை. பிரைஸ் தி லார்ட். ஹalleluya. ஒன்றும் கிடைக்கவில்லை என்று சொல்லுகிறதான ஒரு ஸ்டேட்மெന്റ് ஹalleluya பேதுருவானவர் அவர் சொல்லுகிறார். പ്രിയമാനവர்களே, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശു ആ പടകിൽ കയറി പുരുഷാരത്തെ ഉപദേശിച്ചു തുടങ്ങി. അത് ശീമോന്റെ പടവ്. ഹല്ലേലൂയ. യേശുവിന് അറിയാമായിരുന്നു ഇത് ശീമോന്റെ പടവ് തന്നെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കർത്താവ് അതിൽ കയറിയിരുന്നത്. ഇവിടെ പത്രോസിന്റെ ശൂന്യതയെ ഹല്ലേലൂയ ദൈവമക്കളെ ഇവിടെ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ശൂന്യമായ പത്രോസിന്റെ കരങ്ങൾ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ കുഞ്ഞേ, ഇവിടെ യേശു പറയുന്നു, പത്രോസ്, ഞാൻ നിന്റെ പടവിൽ കയറി എങ്കിൽ ഞാൻ നിന്റെ മഹത്വമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം വചനത്തിന് മുൻപിലായിരിക്കുന്ന ദൈവ പൈതലേ, നിന്റെ ശൂന്യമായ അവസ്ഥയെ കണ്ടുകൊണ്ട് കർത്താവ് നിന്റെ അരികിലേക്ക് കടന്നു വരികയാ. പലപ്പോഴും നീ നിലവിളിക്കുന്നുണ്ട്, അയ്യോ കർത്താവേ, എന്റെ ജീവിതത്തിൽ എങ്ങനെയാ, എന്റെ ജീവിതത്തിൽ ഒരു മുന്നേറ്റമില്ലല്ലോ, എന്റെ കടബാധ്യതകൾ എനിക്ക് ഒഴിവാക്കാൻ കഴിയുന്നില്ലപ്പാ, എന്റെ കുടുംബത്തെ റൺ ചെയ്യാൻ കഴിയുന്നില്ലപ്പാ, എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു മുന്നേറ്റമില്ലപ്പാ, എന്റെ ജീവിതത്തിലെ ബിസിനസ്സുകൾ എല്ലാം തകർന്നു പോയി, എനിക്കിനി ഒരു സ്റ്റെപ്പ് കൂടെ മുൻപോട്ട്
പുറപ്പെട്ടു വെക്കുവാൻ കഴിയുന്നില്ല എന്ന് ഹാലലിയ ഭാരപ്പെടുന്ന ദൈവ പൈതലെ ഇന്ന് രാത്രികാലം വിളിച്ചു പറയട്ടെ, നിന്റെ ജീവിതത്തിനകത്തുള്ള ശൂന്യത അത് എന്ത് തന്നെ ആയിരുന്നാലും നീ അത് യഥാർത്ഥമായി നീ കർത്താവിന്റെ സന്നിധിയിൽ നീ താഴ്ത്തി സമർപ്പിച്ചു കൊടുക്ക. ദൈവം നിന്റെ ശൂന്യതയെ മാറ്റും. ഹല്ലേലൂയ. കർത്താവ് നിന്നെ നിറമാക്കി നിറവ് ഒരു വലിയ നിറവിന്റെ ഒരു അവസ്ഥയിലേക്ക് കർത്താവ് മാറ്റുമെന്നേ വിശ്വാസത്തോടു കൂടി ഏറ്റെടുക്ക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഹല്ലേലൂയ ശീമോൻ ഒരു പടവാണ് ഇറക്കിയതല്ലേ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു പടവായി ഇറക്കിയത്. എന്നാൽ ഹല്ലേലൂയ കർത്താവ് ശീമോനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. പടവിന്റെ വലതുപുറമായിട്ട് നീ വല ഇറക്കാനായിട്ട് പറയുന്നു. അപ്പോൾ ശീമോൻ പറയുന്നു, ഗുരു ഞാൻ അങ്ങയുടെ വാക്കനുസരിക്കാം. ഇന്ന് രാത്രി കാലം കർത്താവിന്റെ വാക്കനുസരിക്കുവാൻ എത്ര പേർക്ക് സമർപ്പണമുണ്ട്. കുഞ്ഞെ നിന്റെ ശൂന്യത മാറും. സുവിശേഷം നിന്റെ സുവിശേഷ ലൈനുകളിൽ അല്ലെങ്കിൽ നീ ശുശ്രൂഷകൾ ചെയ്യുന്ന ഇടത്ത് നിനക്ക് ആത്മാക്കൾ വരുന്നില്ല എന്നർത്ഥം നീ ഭാരപ്പെടുകയാണോ? ഹല്ലേലൂയ. ദൈവം നിനക്ക് ആത്മാക്കളെ തരുമെന്നേ. ഇറങ്ങ് പട നിന്റെ വലയെ ഒന്ന് കർത്താവ് പറയുന്ന ഇടത്തേക്ക് ഇറക്ക്, ആഴത്തിലേക്ക് ഇറക്ക്, വലതുപുറത്തേക്ക് ഇറക്ക്. കർത്താവ് നിശ്ചയമായും അനേക ആത്മാക്കളെ തരുവാൻ കർത്താവ് ഇടയാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ ശിമോൻ പത്രോസ് കർത്താവിന്റെ വാക്ക് കേട്ട് അനുസരിച്ച് പടവ് അങ്ങോട്ട് ഇറക്കിയപ്പോൾ എന്റെ പ്രിയരെ ഹല്ലേലൂയ നമുക്കറിയാം ആ പടവ് മുഴുവൻ നിറഞ്ഞിട്ട് ഹല്ലേലൂയ ശിമോൻ പത്രോസ് എന്താ ചെയ്യുന്നറിയാമോ? ഹല്ലേലൂയ കൂടെ നിൽക്കുന്ന സഹോദരങ്ങളെ വിളിക്കുക, ഓടി വരണേ, എന്റെ പടക് ഇപ്പോൾ കീറിപ്പോകും, പടക് നിറച്ചും മീൻ കയറിയിട്ടുണ്ട്, ഒന്ന് സഹായിക്കണേ എന്ന് പറയുക. ഒരു പടക് ഇറക്കിയ ഇടത്തില 2 പടവ് നിറച്ചെടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്റെ പ്രിയരെ ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരനെ സഹോദരിയെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്നത് അല്പത്തെ കൊടുത്തല്ല കേട്ടോ, അല്ലെങ്കിൽ ലിനുസിസ് ഇത്രയും മതി എന്ന് പറഞ്ഞല്ല കർത്താവ് നമുക്ക് തരാൻ പോകുന്നത്. നമ്മുടെ കർത്താവ് തരുന്നുവെങ്കിൽ എന്റെ പ്രിയരെ ഇരട്ടി നന്മകൾ ഇരട്ടി ഡബിൾ ആയിട്ടാണ് കർത്താവ് നമുക്ക് ഹല്ലേലൂയ അനുഗ്രഹങ്ങളെ തരുന്നതെന്ന് ഹല്ലേലൂയ വിശ്വാസത്തോടു കൂടെ ഏറ്റെടുത്താട്ടെ. പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു. ഹല്ലേലൂയ. ദൈവ പൈതലേ, യേശു നിന്റെ ജീവിതത്തിലെ വലിയ മഹത്വമാണ്. ഹല്ലേലൂയ. നാം ഒന്ന് ചിന്തിക്കണം, എന്തുകൊണ്ടായിരിക്കും എനിക്കിങ്ങനെ കഷ്ടങ്ങളും പ്രയാസങ്ങളും മാറാതെ വന്നുകൊണ്ടിരിക്കുന്നത്? എന്റെ ജീവിതത്തിൽ ഒന്ന് മാറുമ്പോൾ ഒന്ന് എന്ന കണക്കിൽ എനിക്ക് അനേക പ്രതിസന്ധികൾ പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ ഹല്ലേലൂയ അങ്ങനെ ചിന്തിക്കുന്നുവോ കുഞ്ഞേ? നിന്റെ ജീവിതത്തിനകത്ത് യേശു നിനക്ക് മഹത്വമാണോ എന്നത് ഇന്ന് രാത്രികാലം ചിന്തിച്ച് തുടങ്ങുക. അങ്ങനെ കർത്താവിന് നിനക്ക് ഹല്ലേലൂയ ഇടം കൊടുക്കണം. നിന്റെ ഹൃദയത്തിനകത്ത് യേശു കർത്താവിന് വസിക്കുവാനുള്ള ഒരു സന്ദർഭത്തെ ഒരു ഇടത്തെ ഒന്ന് ഒതുക്കി കൊടുക്കുന്നേ. അതെങ്ങനെയാ? എന്റെ ഹൃദയത്തിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുകയല്ലേ, ചേർത്ത് വെച്ചിരിക്കുകയല്ലേ. അതൊന്നും ഹല്ലേലൂയ അത് കാരണം എന്റെ കർത്താവിന് എന്റെ ഹൃദയത്തിനകത്ത് വരാൻ കഴിയുമോ? ഇന്ന് രാത്രികാലം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ. ദൈവഹിതമല്ലാത്ത കാര്യങ്ങളെ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ ഹല്ലേലൂയ കർത്താവ് നിന്റെ ജീവിതത്തിനകത്ത് മഹത്വമല്ല എന്നത് നീ മനസ്സിലാക്കിക്കൊള്ളണം. ഒരു പക്ഷേ ജനങ്ങളുടെ മുൻപിൽ നിനക്ക് സ്തോത്രം പറയാം, പ്രാർത്ഥിക്കാം, അന്യഭാഷ പറയാം, പ്രസംഗിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഹല്ലേലൂയ നിന്റെ ജീവിതത്തിനകത്ത് കർത്താവിന് സ്ഥാനമുണ്ടോ എന്നത് ഇന്ന് രാത്രികാലം നീ ചിന്തിച്ച് നോക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എന്റെ സോഷ്യൽ മീഡിയ എന്റെ യൂട്യൂബ് ചാനലിൽ ഞാനൊരു ഷോർട്ട് മെസ്സേജ് ഇട്ടിരുന്നു. അത് എത്ര പേർ ശ്രദ്ധിച്ചു എന്നതൊന്നും എനിക്കറിയില്ല. അതിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞിരുന്നത്. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറെ സ്റ്റാഫ്സ് ഉണ്ട്. ഉച്ച കഴിയുന്ന സമയം ഡോക്ടർ പോയി കഴിയുമ്പോൾ എന്താ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അറിയാമോ? എന്റെ അടുത്ത് ഇങ്ങനെ ലൈന കുഞ്ഞുങ്ങളെല്ലാം അടുത്തിരിക്കും. ഞാനാണ് അതിൽ ഏറ്റവും പ്രായമുള്ള വ്യക്തി. ഹല്ലേലൂയ. എനിക്ക് പലർക്കും ഞാൻ ചെറിയ പ്രായം കുറഞ്ഞൊരു വ്യക്തി എന്നാ വിചാരിക്കുന്ന ഒരു വയസ്സാണ് സ്ത്രീയാണ്. ഞാൻ ഇപ്പോഴും അത് പറഞ്ഞേക്കാം. അപ്പോ ഞാനത് പറയേണ്ടതായിട്ട് വരുന്നത് കൊണ്ടാണ് ഞാനത് പറഞ്ഞേ പറ്റൂ. എന്നാൽ എന്റെ പ്രിയരെ, എന്റെ കുഞ്ഞുങ്ങൾ, ഈ സഹോദരങ്ങളെല്ലാം എന്നെക്കാൾ പ്രായക്കുറവുള്ളവരാ. ഈ കുഞ്ഞുങ്ങളെല്ലാം അങ്ങോട്ട് ഡോക്ടർ അങ്ങോട്ട് പോയ ഉടനെ ഫോൺ എടുത്തിട്ട് എന്താ ചെയ്യുന്നറിയാമോ? കുറച്ച് പേര് അങ്ങ് ഇൻസ്റ്റാഗ്രാമിലേക്ക് കയറും. അവിടെയുള്ള ചാച്ചന്മാരെ എല്ലാം വിളിക്കും. അത് കഴിയുമ്പോൾ അവിടുത്തെ അങ്ങോട്ട് ബോറടിച്ച് കഴിയുന്നുണ്ട്, കുറെ ചാറ്റ് ചെയ്യും. അതെല്ലാം അങ്ങോട്ട് കഴിഞ്ഞാലോടെ അവിടെ ഇങ്ങോട്ട് പയ്യെ ഇറങ്ങും. ഇങ്ങോട്ട് പോകുന്നറിയാമോ? നേരെ യൂട്യൂബിലേക്ക് വെച്ച് പിടിക്കും.
കേട്ടുകൊണ്ടിരിക്കും. അവിടെ കുറെ അമ്മാവന്മാരുണ്ട്, അവരെയും കുറച്ച് പേരെ വിളിക്കുകയും പറയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും. അവിടേക്ക് ആവശ്യമില്ലാത്തൊക്കെ കുറെ കാണും. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങും, നേരെ ഫേസ്ബുക്ക് റീൽസിലേക്ക് അങ്ങ് കടക്കും. അവിടെ ചെന്നിട്ട് അവിടെ കുറേയേറെ നമുക്ക് കടൽ പോലെ കിടക്കുകയല്ലേ, അവിടെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സ്വന്തക്കാരല്ലേ ഉള്ളത്. അവരെല്ലാവരെയും ഒരുപാട് പേരോട് സംസാരിക്കും. അവിടെ അങ്ങോട്ട് കഴിഞ്ഞാലുടൻ നേരെ മെസ്സഞ്ചറിലേക്ക് വരും. അവിടെ ചെന്നിരുന്നിട്ട് പാപ്പന്മാരെ എല്ലാം വിളിച്ചു കൂട്ടും. ഇതാണ് ഇന്നത്തെ ലോകം. എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവർക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എത്ര നല്ല നിമിഷങ്ങൾ നമ്മൾ നഷ്ടമാക്കുന്നു എന്നത് ഇന്ന് രാത്രികാലം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളെ ചിന്തിച്ചു കൊള്ളണം. കാരണം ഹല്ലേലൂയ, കർത്താവ് നമുക്ക് വേണ്ടി ഒരു നിത്യത എന്നത് ഒരു സ്ഥലത്തെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞേ, നീ ആവശ്യമില്ലാതെ നിന്റെ ഈ ചൂണ്ടുവിരൽ വെച്ച് നോണ്ടി 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 ഈ വിരളം വളഞ്ഞു പോകുമെന്നേ ഒരു സമയത്ത് കർത്താവ് അതിനൊരു വഴി വെക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോണ്ടി 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 എന്തേ ഈ ചൂണ്ടുവിരല് വളഞ്ഞു പോകും, പിന്നെ അത് നിവരത്തില്ല. കാരണം ദൈവത്തിന് അറുവറുപ്പായ കാര്യങ്ങൾ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാ ഇന്നത്തെ ലോകം ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്റെ കർത്താവ് വരുന്നു എങ്കിൽ കാഹളത്തിന്റെ ശബ്ദം നിനക്ക് എങ്ങനെ കേൾക്കാൻ കഴിയും? നീ ഇവിടെ റീൽസിന്റെ പുകയും റീൽസിന്റെ ആ വലിയ ശബ്ദവുമായിട്ട് കുത്തിയിരിക്കുമ്പോ നിനക്ക് എവിടെ കേൾക്കാനാ? അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിട്ടു പോരട്ടെ. സമയമുള്ളവർ എന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം കൂടെ വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ, യേശു നിന്റെ ജീവിതത്തിനകത്ത് മഹത്വമാണ്. യേശുവിനെ സ്വീകരിക്കുവാൻ ഇന്ന് രാത്രികാലം എത്ര പേർക്ക് മനസ്സുണ്ട്? ഹല്ലേലൂയ, എത്ര പേർക്ക് യേശുവിനെ സ്വീകരിക്കുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. ഒഴിഞ്ഞ വലയും പടവുമായി നീറുന്ന മനസ്സും പൊള്ളുന്ന ഹൃദയവുമായി നിന്ന പത്രോസിന്റെ അരികിലേക്ക് യേശു ഹല്ലേലൂയ കടന്നു വന്നു. പത്രോസിന്റെ പടകിൽ യേശു കയറിയിരുന്നു. ഇന്ന് രാത്രികാലം ആരൊക്കെ ഭാരപ്പെടുന്നുവോ ജീവിതത്തിനകത്ത്, അല്ലെ ആരോട് പറയുവാൻ കഴിയാത്ത വേദനയുമായി, തിവിങ്ങിപ്പൊട്ടുന്ന വേദനയുമായി കഴിഞ്ഞുകൂടുന്ന സഹോദരി, നിന്റെ ഹൃദയത്തിന്റെ ആ ഭാരത്തെ ഒന്ന് ഇറക്കി വെക്ക്. എന്റെ അരുമനാഥന്റെ പാദപീഠത്തിലേക്ക് നീ ഇറക്കി വെക്ക്. യേശു കർത്താവ് നിന്നോട് സംസാരിക്കുന്ന രാത്രിയായിരുന്ന ഹല്ലേലൂയ. നീ എന്തിനാ ആവശ്യമില്ലാത്ത ഭാരത്തെ ചുമക്കുന്നത്? സഹോദര, നീ എന്തിനാ ആവശ്യമില്ലാത്ത ഭാരത്തെ ചുമക്കുന്നത്? കർത്താവ് പറഞ്ഞില്ലേ, നിന്റെ സകല ചിന്താകുലും ഭാരത്തെ എന്റെ മേലിട്ട് കൊള്ളുക. കർത്താവ് ചുമക്കുമെന്നേ വൺസ് ഞാൻ എന്റെ പ്രയർ ഗ്രൂപ്പിലുള്ള സഹോദരങ്ങളോട് പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. ആവശ്യമില്ലാത്ത ഭാരങ്ങളെ ചുമക്കരുത്. വൺസ് കർത്താവിന്റെ സന്നിധിയിൽ വെച്ചാൽ അത് കർത്താവ് ഏറ്റെടുത്ത് തക്ക സമയത്ത് കർത്താവ് നമുക്ക് മറുപടി തരും. ജീസസ്, ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. അപ്പന്റെ അരികിലേക്ക് ആ ഭാരത്തെ ഇറക്കി വെച്ചിട്ട് ആ ഭാരമില്ലാത്ത ഒരു വ്യക്തിയായിട്ട് ഒന്ന് കഴിഞ്ഞുകൂട്. ഹല്ലേലൂയ. ആവശ്യമില്ലാത്ത ഭാരങ്ങളെ ചുമക്കരുത് എന്നാണ് ഇന്ന് രാത്രികാലം വിളിച്ചു പറയുവാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിനകത്തേക്ക്, നിന്റെ കുടുംബത്തിലേക്ക് യേശു കർത്താവ് കടന്നു വരുവാൻ വേണ്ടി ഒന്ന് സമർപ്പിച്ചു കൊടുക്കുക. ഒരു പക്ഷേ ഹല്ലേലൂയ ആരെങ്കിലും നീറിപ്പോകുന്ന വേദനയുമായി നിൽക്കുന്ന മാതാപിതാക്കന്മാർ വചനം കേൾക്കുന്നുവെങ്കിൽ, കുഞ്ഞുങ്ങളെ കുറിച്ച്, തലമുറയെ കുറിച്ച് ഭാരപ്പെടുന്നവർ, ഹല്ലേലൂയ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മാതാവേ, അമ്മച്ചി, അപ്പച്ച, ഹല്ലേലൂയ, നിങ്ങൾ നിങ്ങളുടെ ഭാരത്തെ യേശു കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഒന്ന് ഇറക്കി വെക്കുക. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തക്ക സമയത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ഇടപെടുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ സമർപ്പിച്ചാൽ എന്റെ യേശു നിങ്ങൾക്ക് ഹല്ലേലൂയ മഹത്വമായി മാറും. പ്രൈസ് ദി ലോർഡ്. ദൈവ പൈതലേ, സമുദ്രത്തിന്റെ ആഴങ്ങളിൽ വല എറിയുമ്പോഴും പത്രോസിന്റെ വലയ്ക്കകത്ത് മീൻ കയറാതെ വണ്ണം സമുദ്രത്തിനകത്തെ അന്ധകാര മണ്ഡലങ്ങൾ, അല്ലെങ്കിൽ ദുർശക്തികൾ വലയെ അടച്ചു വെച്ച് എന്ന് വേണം പറയാം. നമുക്കറിയാം, പത്രോസിന് അറിയത്തില്ലേ ഹല്ലേലൂയ ദൈവമക്കളെ മീൻ എവിടേക്കാ വരുന്നതെന്ന്? പത്രോസിന് ചെറുപ്പം മുതൽ ചെയ്യുന്ന തൊഴിലല്ലേ അത്. ഈ കടലിലോ കരയിലോ കരയല്ല, കടലിന്റെ ഏതെല്ലാം ഭാഗത്ത് മീൻ അധികമായി വരുമെന്നുള്ളത് പത്രോസിന് വ്യക്തമായിട്ട് അറിയാം. എന്നാൽ പത്രോസ് വലയിറക്കിയപ്പോൾ ഒരു ചെറിയ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ചെറിയ കുട്ടിമീൻ പോലും അതിൽ കയറിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കളെ, അഖിലാണ്ടത്തിന് നിർമ്മിതാവും സൃഷ്ടിതാവുമായവന്റെ വാക്ക് കേട്ടനുസരിച്ചപ്പോൾ ഹല്ലേലൂയ എവിടെയൊക്കെയോ ചുറ്റിത്തിരിഞ്ഞ മീനുകളൊക്കെ ഇതിൽ വന്ന് കയറുന്നത് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവ മക്കളെ, ഹല്ലേലൂയ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന മീനുകളൊക്കെ പത്രോസിന്റെ വലയിലേക്ക് പോകാം, അവിടേക്ക് നമുക്ക് പോകാം എന്ന് പറഞ്ഞത് ഇവിടെ ഇപ്പൊ നോക്കി ഇടിച്ച് തള്ളി കയറുകയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആത്മാവിൽ വിശ്വസിക്ക് ദൈവ പൈതലേ, നിന്റെ മഹത്വം എന്നത് നിന്റെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം 400
സംവത്സരത്തെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്നും വിട്ടുവെച്ച് കൊണ്ടുവന്ന സീനായ് പർവ്വതത്തിൽ വെച്ച് ദൈവം അവർക്ക് നൽകിയ വാഗ്ദത്തത്തിനകത്ത് ഉണ്ടായതാണ് നിയമപ്പെട്ടകം. നമുക്കെല്ലാവർക്കും അറിയാം, ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുന്നതായി, അതായത് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന ഇടമാണ് ഈ നിയമപ്പെട്ടകം എന്ന് പറയുന്നത്. ഏതാണ്ട് 3 മാസം കൊണ്ട് ഒബേദെദോമിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ തലമുറകളുടെ അവസ്ഥകൾ മാറി. ദിനവൃത്താന്തങ്ങളിൽ ചരിത്രം എഴുതിയ ഒബേദെദോമിന്റെ 62 പുത്രന്മാർ പെട്ടകമിരിക്കുന്ന ഇടം നശിച്ചു പോകുമെന്ന് ദൈവമക്കളെ നശിച്ചു പോകുമെന്ന് രാജാവ് വിചാരിച്ചു എന്നതാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. പക്ഷേ എന്നാൽ ഒരു കാര്യം മനസ്സിലായി, നിന്റെ ദൈവം ആരാണ്? നിന്റെ മഹത്വമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ദൈവ പൈതലെ ഇസ്രായേൽ ജനത്തിനമേ നിയമപ്പെട്ടകം അവരുടെ ഭവനത്തിൽ, അതായത് ഒബേദെദോമിന്റെ വീട്ടിൽ ഭവനത്തിൽ 3 മാസക്കാലം ഇരുന്നപ്പോൾ അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ അധികമായിട്ടുള്ള അനുഗ്രഹങ്ങളും നന്മകളും അവരുടെ ജീവിതത്തിൽ അകത്ത് കടന്നുവന്നെങ്കിൽ ഇന്ന് രാത്രികാലം വചനത്തെ ഏറ്റെടുക്കുന്ന ദൈവ പൈതലെ, നിന്റെ കുടുംബത്തിനകത്തുള്ള എല്ലാ ശാപങ്ങളും നീങ്ങും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു കർത്താവ് നിനക്ക് മഹത്വമായി മാറുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, നീ അറിയാത്ത നിലകളിലൂടെ, നീ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിലൂടെ എന്റെ അപ്പൻ നിന്നെ നടത്തി കൊണ്ടുപോകുമെന്ന്, നിനക്ക് നന്മകളും അനുഗ്രഹങ്ങളും എന്റെ അപ്പൻ തരുവാൻ വിശ്വസ്തനാണ്. എത്ര പേർക്ക് ഏറ്റെടുക്കുവാൻ കഴിയും? യേശു നിന്നെ സ്വീകരിച്ച ഒരു കുടുംബം, ഒരു കാര്യം കൂടെ വ്യക്തമായി വിളിച്ചു പറയട്ടെ, യേശുവിനെ സ്വീകരിച്ച ഒരു കുടുംബമോ ഒരു വ്യക്തി പോലും നശിച്ചു പോയിട്ടില്ല, നശിച്ചു പോകത്തുമില്ല. പ്രൈസ് ദി ലോർഡ്. മഹത്വം നിന്റെ വീട്ടിൽ കയറി വന്നാൽ പരാജയങ്ങളുടെ ചരിത്രങ്ങൾ ദൈവ വൈതലെ മാറും എന്നത് മനസ്സിലാക്കിക്കൊള്ളണം. നമ്മുടെ ജീവിതത്തിൽ പിശാചാണവൻ അനേക നന്മകളെ, അനുഗ്രഹങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞേ, സഹോദരി, നിനക്ക് വേണ്ടി ദൈവം അനേക കൃപകളും വരങ്ങളും അതേപോലെ നന്മകളും അനുഗ്രഹങ്ങളും കർത്താവ് നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, നിന്റെ പ്രാർത്ഥനയുടെ കുറവ് കൊണ്ട് നിന്റെ ദൈവമായിട്ടുള്ള ബന്ധം കുറഞ്ഞു പോയപ്പോൾ പിശാചാണവൻ എന്താ ചെയ്തെന്നറിയാമോ? നിനക്ക് വരേണ്ടുന്ന നന്മകളെയും അനുഗ്രഹങ്ങളെയും തടഞ്ഞു വെച്ചിരിക്കുക. എന്നിട്ട് പോയി മാറിയിരുന്ന് ഞാൻ പ്രാർത്ഥിച്ച മാത്രം കർത്താവ് കേൾക്കത്തില്ല, എന്റെ പ്രാർത്ഥനയ്ക്ക് മാത്രം മറുപടിയില്ല. അവരൊക്കെ പ്രാർത്ഥിച്ച് അവർക്ക് എന്തൊരു അനുഗ്രഹമാ. നീ അവരെ ഇവരെ നോക്കിക്കൊണ്ട് നടന്നുണ്ടല്ലോ, കാലം മുഴുവൻ നീ അങ്ങനെ നടക്കേണ്ടി വരും. ഒരു കാര്യം വ്യക്തമായി വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ, നീ അവരെ ഇവരെ നോക്കാതെ നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി നാം കരുതണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ. എന്നാൽ ദുഃഖത്തിന്റെ ചരിത്രങ്ങൾ ഹല്ലേലൂയ മാറും, നിന്ദയുടെ ചരിത്രങ്ങൾ മാറും. നിന്റെ ദൈവം നിന്റെ മഹത്വമായി മാറുമ്പോൾ നിന്റെ മേലുള്ള എല്ലാ ശാപങ്ങളും നീങ്ങിപ്പോകും. ഇന്ന് രാത്രികാലം ദൈവ പൈതലെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിച്ചു കിടക്ക്. നമുക്കറിയാം, കാനാവിലെ കല്യാണ വീട് എല്ലാവർക്കും സുപരിചിതമാണ്. കാനാവിലെ കല്യാണ വീട് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് പറയാനാ? അതുകൊണ്ട് എല്ലാവർക്കും കാനാവിലെ കല്യാണ വീട് നല്ല പരിചയമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ അവിടെ പോയിട്ടില്ലെങ്കിലും ആ കാനാവിലെ കല്യാണ വീടിന്റെ ചരിത്രം, അറ്റ്മോസ്ഫിയർ നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ഒരു നിന്ന കടന്നു വരാൻ സാധ്യതയുണ്ടായിരുന്നു, അല്ലെ? ഒരു വലിയ നിന്ന. ഹല്ലേലൂയ. എന്നാൽ അവിടെ യേശു ക്ഷണിക്കപ്പെട്ടത് കൊണ്ട് ആ വീട് എന്തായെന്നറിയാമോ? മഹത്വീകരിക്കപ്പെട്ടു എന്നാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. എന്നാൽ ദൈവ പൈതലെ, യേശു ആരായിരുന്നു? യേശു ആ ഭവനത്തിൽ ഒരു ഗസ്റ്റ് ആയിരുന്നു. ഹല്ലേലൂയ. പക്ഷേ ആ അധ്യായം അവസാനിക്കുമ്പോൾ യേശു ആ വീടിന്റെ മഹത്വമായി മാറി. നമുക്കറിയാം, യഹൂദന്മാരുടെ വൈൻ തീർന്നു പോയി എന്ന് പറഞ്ഞാൽ പിന്നെ ലോകത്തിൽ അവർ തല നിമിർന്നു നിൽക്കാൻ കഴിയത്തില്ല. അവരുടെ ജീവിതത്തിനകത്തൊരു വലിയ നിന്ദയാണ് അവർക്ക് വലിയ അപമാനമാണ്. എന്നാൽ യേശു കർത്താവിനെ അവർ ക്ഷണിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു കർത്താവിനെ അവർ ക്ഷണിച്ചിരുന്നു. യേശു അവരുടെ കുടുംബത്തിനകത്തേക്ക് കടന്നു വന്നപ്പോൾ അവരുടെ ജീവിതത്തിനകത്തിരുന്ന ആ കുറവുകൾ കർത്താവ് നികത്തി. പ്രിയരെ, ഹല്ലേലൂയ. അവരുടെ ഭവനത്തിനകത്തുണ്ടായിരുന്ന ഏത് കുറവുകൾ എന്തായിരുന്നുവോ, ഹല്ലേലൂയ, അത് ദൈവം അത് നികത്തി. ഹല്ലേലൂയ. ദൈവം അവിടെ ഒരു അത്ഭുതത്തെ ചെയ്യുന്നത് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, യേശു ആ വീട്ടിന്റെ മഹത്വമായി മാറി.
ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ നമുക്കറിയാം മറിയത്തിനെ കുറിച്ച് നമുക്കറിയാം. മറിയം എന്ന ചെറിയ പെൺകുട്ടിയെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ഇവൾക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന രാത്രി എന്താ സംഭവിച്ചെന്നറിയാമോ? സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. അവളോട് അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, നീ ഗർഭിണിയാകും. ഹല്ലേലൂയ. കല്യാണം ആകാത്ത ഒരു പെൺകുട്ടിയോടാണ് പറയുന്നത്. അതും യഹൂദന്മാരുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ ഒരു ചരിത്രം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ദൈവമക്കളെ പറയേണ്ടതില്ല, ഭയങ്കര നിന്ദപാത്രമായി മാറും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു കാര്യം ഹല്ലേലൂയ, മറിയ ഞെട്ടി എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. മറിയ ചോദിക്കുന്നു, ഇത് എങ്ങനെ സംഭവിക്കും? ഇത് സംഭവിച്ചാൽ എനിക്ക് അപമാനമാണ് എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഹല്ലേലൂയ ജീവിതത്തിനകത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ എനിക്കിത് അപമാനമാണ്. അതേ 38 വാക്യത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ എന്താ പറയുന്നത് അറിയാമോ? ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. ഹല്ലേലൂയ. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. അവൾ അത് ഏറ്റെടുക്കുന്നത് കാണുവാൻ കഴിയുന്നു. ദൈവസന്നിധിയിൽ അവളെ സമർപ്പിക്കുന്നു. ചില മാസങ്ങൾ കഴിഞ്ഞ എന്റെ പ്രിയരെ ഹല്ലേലൂയ തന്റെ ചാർച്ചക്കാരി എലിസബത്തിന്റെ അരികിൽ താൻ ചെന്നപ്പോൾ അവിടെ എന്താ സംഭവിച്ചെന്നറിയാമോ? ഹല്ലേലൂയ. എലിസബത്ത് പറയുന്നു 42 വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. എലിസബത്ത് പറയുന്നത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെടും. പ്രിയരെ, ഇവിടെ വൃദ്ധയായ എലിസബത്ത് ഹല്ലേലൂയ പറയുന്ന ഒരു കാര്യം ഇതാണ്, നീ എന്റെ അടുക്കൽ എനിക്ക് വന്നത് എനിക്കൊരു മഹത്വമാണ്, അല്ലെങ്കിൽ ഒരു മാന്യതയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എലിസബത്ത് പറയുന്നത്, നീ എന്റെ അടുക്കൽ വന്നത് എനിക്കൊരു മാന്യതയാണ്. ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വന്നത് എനിക്ക് മാന്യതയാണ്. പ്രൈസ് ദി ലോർഡ്. അത് എന്താണെന്നറിയാമോ? എനിക്ക് മഹത്വമാണെന്നാണ് പറഞ്ഞത്. നമുക്കറിയാം ദൈവമക്കളെ, യെശയ്യാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ 60-ാം അധ്യായത്തിന്റെ 19 നമ്മൾ കുറിവാക്യമായി വായിച്ചത്. ഞാൻ വളരെ സമയം നമ്മുടെ മുൻപിൽ ഇല്ലാത്തത് കൊണ്ട് വളരെ പെട്ടെന്ന് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. എന്റെ വാക്കുകൾക്കും ഞാൻ വിരാമം കുറിക്കാൻ പോകുകയാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, അവൻ നിന്റെ മഹത്വമാണ്. ഹല്ലേലൂയ. അവൻ നിന്റെ മഹത്വമാണ്. എത്ര പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ ഉണ്ടാകട്ടെ, ഹല്ലേലൂയ, കുടുംബം നിങ്ങൾക്കെതിരായി നിൽക്കട്ടെ, ഭയപ്പെടേണ്ട. നിന്റെ ദൈവം നിന്റെ മഹത്വമാണ്. യേശു കർത്താവിന്റെ ഒരു സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടോ കുഞ്ഞേ? നീ അധൈര്യപ്പെടേണ്ട ആവശ്യമല്ല. ഹല്ലേലൂയ. യേശുവിന്റെ മഹത്വം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൊണ്ട് നീ തല കുനിക്കേണ്ടി വരികയില്ല. കർത്താവ് നിന്നോട് കൂടെ ഉണ്ടാകും. ആ മഹത്വം നിന്നെ ഹല്ലേലൂയ മുൻപിലേക്ക് എത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രൂസ് എന്ന് പറയുന്ന തന്നെ കഷ്ടതയുടെ അടയാളം എന്ന് പലരും പറയും. പക്ഷേ ഒരു കാര്യം അറിഞ്ഞുകൊള്ളണം, ഹല്ലേലൂയ, ക്രൂസ് കഷ്ടതയുടെ അടയാളമല്ല. പ്രൈസ് ദി ലോർഡ്. ജയത്തിന്റെ അടയാളമാണ്. ജയത്തിന്റെ അടയാളമാണ്. ഹല്ലേലൂയ. സമാധാനമാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. വിടുതലിന്റെ അടയാളമാണ്. മോക്ഷത്തിന്റെ അടയാളമാണ് എന്നത് നാം മനസ്സിലാക്കിക്കൊള്ളണം. കഷ്ടതയെ അവൻ അനുഗ്രഹമാക്കി തീർക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, യേശു നിന്റെ ജീവിതത്തിനകത്ത് മഹത്വമായി തീരുകയാണ്. ഇന്ന് രാത്രികാലം എത്ര പേർക്ക് വചനത്തിന് മുൻപിൽ ഒന്ന് സമർപ്പിക്കുവാൻ കഴിയുമോ? യേശുവേ, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ എന്നെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. എന്റെ ഭർത്താവിനെ, എന്റെ ഭാര്യയെ, എന്റെ കുഞ്ഞുങ്ങളെ പൂർണ്ണമായി ഞാൻ ദൈവസന്നിധിയിൽ, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്ന അപ്പച്ച, അങ്ങ് ഞങ്ങളുടെ ഭവനത്തിനകത്തൊന്ന് കടന്നു വരണം. അങ്ങ് ഞങ്ങൾക്ക് മഹത്വമായി മാറിയെങ്കിൽ മാത്രമേ ഞങ്ങളുടെ കഷ്ടതകൾ മാറത്തുള്ളൂ, ഞങ്ങളുടെ മേലുള്ള നിന്ദകൾ മാറത്തുള്ളൂ, ഞങ്ങളുടെ മേലുള്ള പ്രയാസങ്ങൾ നീങ്ങിപ്പോകുകയുള്ളൂ. ആകയാൽ കർത്താവേ, ഹല്ലേലൂയ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു എന്ന് എത്ര പേർക്ക് ഹല്ലേലൂയ യഥാർത്ഥമായിട്ട് സമർപ്പണമുണ്ട്? ദൈവ പൈതലെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. സമർപ്പണമുള്ള ദൈവജനമേ, ഇരിക്കുന്ന ഇടത്ത് ഹല്ലേലൂയ ആമേൻ പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു നിന്റെ ജീവിതത്തിനകത്ത് ഒരു മഹത്വമായി മാറും. ഹല്ലേലൂയ. ക്രൂസ് നിന്റെ ജീവിതത്തിൽ പാപങ്ങളുടെ മോചനമാണ്, രോഗത്തിന്റെ സൗഖ്യമാണ്. ദൈവ പൈതലെ, യേശു എന്ന് പറയുന്നത്, ആ യേശു എന്ന നാമം ഒരിക്കലും അപമാനമല്ല, മറിച്ച്
ദൈവമക്കളെ, അത് മഹത്വമാണ് എന്നത് നാം അറിഞ്ഞു കൊള്ളണം. എത്ര പേർക്ക് ഇന്ന് രാത്രികാലം യേശുവിനെ ഞാൻ അറിഞ്ഞത് കൊണ്ട് എന്റെ ജീവിതത്തിൽ ഇന്ന് ഇത്രയും സന്തോഷമുള്ളത്, സമാധാനമുള്ളത് എന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, എത്രയോ അനേകായിരങ്ങൾ നമുക്കറിയാം. വചനത്തിൽ നാം കേട്ടതുപോലെ പ്രിയ ദൈവ പൈതലെ, പത്രോസിന്റെ പടവിൻ കയറിയ മീൻകൂട്ടത്തെ നാം കണ്ടു. അതുപോലെ പടവിനുള്ളിൽ കയറാതെ അവിടെ ഇവിടെയുമായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന എത്രയോ മീൻകൂട്ടങ്ങളുണ്ട്. പല വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, വചനത്തിന്റെ ആഴത്തിലേക്ക് നീ വലയിറക്കുമ്പോൾ ജീവനുള്ള മീൻകൂട്ടത്തെ ദൈവം നിനക്ക് തരുവാൻ തക്കവണ്ണം ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് സമർപ്പണമുണ്ട്? കർത്താവ് നമ്മളോട് ഇടപെടുന്ന ഒരു രാത്രിയായി മാറട്ടെ. കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന ഒരു രാത്രിയായി മാറട്ടെ. സമർപ്പണത്തോടുകൂടി വചനത്തിന് മുൻപിൽ നിങ്ങൾ ആയിരിക്കുന്നു എങ്കിൽ നിശ്ചയമായും കർത്താവ് സംസാരിക്കും. കർത്താവിന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആകയാൽ പ്രിയമുള്ള ദൈവ മക്കളെ, ഞാൻ എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കുന്നു. യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിനകത്ത്, അതേ പ്രിയരെ, അത് വലിയ മഹത്വമാണ്, അപമാനമല്ല. ഒരിക്കലും കർത്താവിനെ ഞാൻ അറിഞ്ഞത് അല്ലെങ്കിൽ കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നത് കൊണ്ട്, ദൈവവചനമായി നിൽക്കുന്നത് കൊണ്ട്, ഞാൻ സുവിശേഷമായി കടന്നു പോകുന്നത് എന്റെ ജീവിതത്തിനകത്തൊരു വലിയ അപമാനമാണെന്ന് ആരും ചിന്തിച്ചു പോകരുത്. കർത്താവ് നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ മഹത്വമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, ഒരു പാട്ടിന്റെ ഒരു ലൈൻ മാത്രം പാടി ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കട്ടെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കഷ്ടങ്ങളോ നഷ്ടങ്ങളോ പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ എന്ത് തന്നെ കടന്നു വന്നാലും അധൈര്യപ്പെട്ടു പോകരുത് ദൈവ പൈതലേ. കർത്താവ് നിന്നോട് കൂടെയുണ്ട്. നീ കർത്താവിനെ മുറുകെ പിടിക്കുമ്പോൾ അവൻ നിനക്ക് മഹത്വമായി മാറും. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ആകയാൽ ഒരു പാട്ടിന്റെ ഒരു ലൈൻ മാത്രം പാടി, ഒരു കന്നഡ സോങ് ആണ്, നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ലെങ്കിലും അതെന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു ഗാനം ആയതുകൊണ്ട് അതിന്റെ ഒരു ലൈൻ മാത്രം പാടി ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ಪಾರ್ಪದ ಮರಣದಲ್ಲಿ ಇಟ್ಟುತ್ತಾನನ್ನ ಪ್ರೀತಿ ಮಾಡಿ ಪ್ರಾಣ ಕೊಟ್ಟು ಬೆತ್ತಗಿಸಿದೆ ದೇವಾ, ನಿನ್ನ ಕೃಪೆ ಶಾಶ್ವತ ಎಂದೆಂದು ದೇವಾ, ನಿನ್ನ ಕೃಪೆ ಶಾಶ್ವತ ಎಂದೆಂದು ದೇವಾ, ನಿನ್ನ ಪ್ರೀತಿಯಿಂದ ನಾನು ಜೀವಿಸುವೆನೇವಾ. యేసయ్యా యేసయ్యా, നീനില്ലാതെ ഞാനില്ലയ്യാ. యేసయ్యా యేసయ్యా, നീനില്ലാതെ ഞാനില്ലയ്യാ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പാ, ഹല്ലേലൂയ. ഈ സന്ധ്യയുടെ യാമത്തിൽ ഞങ്ങൾ കേട്ടതായി വചനം കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിനകത്ത്, കർത്താവ് ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്തേക്ക് കടന്നു വന്നാൽ അത് ഞങ്ങൾക്ക് മഹത്വമായി മാറുകത്ത്. ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ, കഷ്ടങ്ങൾ, നിന്ദകൾ, അപമാനങ്ങൾ ഒരുപാട് ഞങ്ങൾ അനുഭവിക്കുന്നു അപ്പ. എന്നാൽ ഇതിനെയൊക്കെ തരണം ചെയ്യുവാൻ അപ്പന്റെ മഹത്വമേറിയ ആ പ്രസൻസ് ഞങ്ങൾക്ക് ആവശ്യമാണ്. കർത്താവ് ഞങ്ങളുടെ മേൽ ഹല്ലേലൂയ അവിടുത്തെ മഹത്വം, അവിടുത്തെ തേജസ്സിനെ അയച്ചാട്ടെ കർത്താവ്. ഇന്ന് ഈ വചനം കേട്ട എല്ലാവർക്കും ഒരു വലിയ വിടുതലായി, ഒരു മിറക്കിളായി തീരട്ടെ. ഇന്ന് രാത്രികാലം അത് കിടന്നിറങ്ങുമ്പോൾ ആ മഹത്വം അവരിലേക്ക് ഇറങ്ങി വരട്ടെ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കും. വചനം ഘോഷിക്കുവാൻ അടിയനെ കർത്താവ് ബലപ്പെടുത്തിയതിനായി സ്തുതിക്കും. അവിടുത്തെ രക്തം കൊണ്ട് കഴുകി മുദ്രയിട്ടതിനായി സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. വചനത്തിന് മുൻപിലായിരുന്നോ പ്രിയപ്പെട്ടവരോട് കർത്താവ് ഇടപെട്ടാട്ടെ, അവരോട് സംസാരിച്ചാട്ടെ. അതുപോലെ വചനം കേൾക്കുവാനുള്ളവർക്കായി സ്തോത്രം. എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയ്ക്കുള്ളിൽ അപ്പച്ചൻ പൊതിഞ്ഞാട്ടെ, രക്തത്താൽ കഴുകി മുദ്രയിടും. സകലതും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, എനിക്കിങ്ങനെ ഒരു നല്ല അവസരം ഒരുക്കി തന്ന പ്രിയ സാജു ബ്രദറിനോടും കുടുംബത്തോടുമുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഇതുവരെയും ആരംഭം മുതൽ അവസാനം വരെ എൻ്റെ വചനം ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നതിനോടൊപ്പം തന്നെ എൻ്റെ വാട്സപ്പ് കൂട്ടായ്മയുടെയും എൻ്റെ പേജിൻ്റെയും റോസ് ഫാമിലി പേജിൻ്റെയും റോസ് ഫാമിലിയുടെ ഗ്രൂപ്പ് എല്ലാ അഡ്മിന്മാർ, എൻ്റെ മെമ്പേഴ്സിനെ കടന്നു വന്ന എൻ്റെ സഹോദരങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ
കൂടി പ്രത്യേക നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുന്നു. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ അടുത്ത ആഴ്ചയിൽ പകൽ 4 മണിക്കായിരിക്കും മെസ്സേജ് എന്നത് ഞാൻ അറിയിക്കുന്നു. കർത്താവിൽ അവരെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഷോർട്ട് മെസ്സേജസ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ യൂട്യൂബിൽ ചെന്നിട്ട് റോസ്ലിൻ സുരേഷ് എന്ന ഒരു അക്കൗണ്ടും റോസ്ലിൻ സുരേഷ് ഒഫീഷ്യൽ എന്ന മറ്റൊരു അക്കൗണ്ടും, അങ്ങനെ 2 അക്കൗണ്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഷോർട്ട് മെസ്സേജസ് ദിനംതോറും ലഭിക്കുന്നുണ്ട്. അതിൽ ആശ്വാസപ്രദമായിരിക്കും. നിങ്ങൾ കേൾക്കുക, അനുഗ്രഹങ്ങളെ പ്രാപിക്കുക. കർത്താവ് ഈ രാത്രികാലം എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.